നമസ്കാരം, എല്ലാവർക്കും വോയിസ് ഓഫ് റോസിലേക്ക് സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു റിക്വസ്റ്റ് ഉള്ളത്, വീഡിയോ പൂർണ്ണമായി കാണുക. കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് അയച്ചു തരിക. എനിക്ക് വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കുന്ന ചില എൻ്റെ സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കൾക്ക് എൻ്റെ ഒരു നല്ല ഹായ്. നിങ്ങളുടെ അതുപോലുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കിട്ടുമ്പോഴാണ് വീഡിയോ നല്ല രീതിയിൽ പുരോഗമിക്കാനും അതിൻ്റെ കണ്ടന്റുകൾക്ക് കൂടുതൽ കാമ്പുള്ള കണ്ടന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കാനും സാധിക്കും. ഇന്ന് പ്രതിപാദിക്കുന്ന വിഷയം, കേരളത്തിൽ മുഴുവൻ വരുന്ന ഹോട്ടലുകളിൽ ആഹാര സാധനങ്ങളുടെ, റെസ്റ്റോറൻറ്റുകളിലെ ആഹാര സാധനങ്ങളുടെ റേറ്റുകൾ യാതൊരു തരത്തിലുള്ള സാമ്യവും ഇല്ല എന്നുള്ളത് തന്നെയാണ് വിഷയം. പല ഹോട്ടലുകളിലും പലതരത്തിലുള്ള റേറ്റുകളാണ്. എൻ്റെ ഒരു സുഹൃത്ത് ഇന്ന് എന്നോട് പറയുകയുണ്ടായി, ഞാൻ ഇന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ രാവിലെ ആഹാരം കഴിച്ച കടയിൽ ചായക്ക് 10 രൂപ, 3 മണിക്ക് ചായ കുടിച്ച കടയിൽ 15 രൂപ, രണ്ടും തങ്ങളിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ തരത്തിലുള്ള ഏകീകരണമില്ലാത്ത പലതരത്തിലുള്ള നിരക്കുകൾ നമ്മളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതിന് അവർക്ക് എന്ത് റൈറ്റ്സ് ആണെന്നുള്ളത്, എന്ത് കാര്യങ്ങളാണ് എന്നുള്ളതിനെ പറ്റി ഞാനൊരു ചെറിയ അന്വേഷണം നടത്തപ്പം കേരളത്തിൽ എങ്ങും എവിടെയും ആഹാര സാധനങ്ങൾക്ക് റേറ്റ് പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു നിയമം മാത്രമേ ഉള്ളൂ. ആ റേറ്റ് എന്തായിരിക്കണം എന്നുള്ളതിന് ഒരു നിയമവും ഞാൻ കണ്ടില്ല. ആകെ അതിനകത്തൊരു നിയമമുള്ളത്, പാക്ക്ഡ് ഐറ്റംസ് ഫുഡാണെങ്കിൽ അതിൻ്റെ വില MRP ആയിരിക്കും, പേസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. ആ MRPയിൽ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ്. ഈ MRP ആരാണ് ഫിക്സ് ചെയ്തത്, അതിനും ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ നമ്മളുടെ പല ആൾക്കാരുടെയും ബുദ്ധിമുട്ടുകളാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ. അതിന് ബുദ്ധിമുട്ട് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിലെ റെസ്റ്റോറൻറ്റുകളിലെയും ഹോട്ടലുകളിലെയും തട്ടുകടകളിലെ ആയാൽ കൂടി അവിടെയൊക്കെ ആഹാര സാധനങ്ങളുടെ വില പ്രദർശിപ്പിക്കണം. പ്രദർശിപ്പിക്കുന്ന വിലയ്ക്ക് ഒരു അടിസ്ഥാനം ഉണ്ടാവണം. അത് ഏത് കാറ്റഗറിയിൽപ്പെടുത്തിയാണ് ഉണ്ടാവണം എന്നുള്ളത് എൻ്റെയും ഈ നാട്ടിൽ മുഴുവൻ വരുന്ന ജനങ്ങളുടെയും ഒരു അഭിപ്രായമായിട്ട് ഞാൻ സമർപ്പിക്കുകയാണത്. ഈ വീഡിയോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭക്ഷ്യ വകുപ്പ് അതിനകത്ത് വരുന്നതാണ് ഇത് വരുന്നത്, വകുപ്പ് മന്ത്രിയും കാണും എന്ന വിശ്വാസത്തിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കൂടാതെ വോയിസ് ഓഫ് റോസ് ഒരു നിവേദനം ഭക്ഷ്യ സുരക്ഷാ മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കൊടുക്കുന്നുണ്ട് എന്നുകൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാനൊരു ഉറപ്പ് നൽകുന്നു. നിവേദനം കൊടുത്തതിന് ശേഷം ഞാൻ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഞാൻ പറയും നിങ്ങളോട്. അപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഭക്ഷ്യസുരക്ഷാ മന്ത്രിയോടും കേരളത്തിലെ ഹോട്ടലുകളിലെ ആഹാര സാധനങ്ങളുടെ റേറ്റും നിലവാരവും നിശ്ചയിച്ച് ഒരു ഏകീകരണം ഉണ്ടായി, അതിനൊക്കെ ക്ലാസിഫിക്കേഷൻസ് വെച്ചിട്ട് ഏകീകരിച്ച് കേരളത്തിലെ ആഹാര സാധനങ്ങളുടെ വിലയൊന്ന് നിയന്ത്രിച്ച് അമിതമായി ചാർജ് ഈടാക്കാതിരിക്കണം. നല്ല ഭക്ഷണം ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം പാസ്സാക്കണം എന്ന് വിനീതമായി കേരളത്തിലെ ഭക്ഷ്യ സുരക്ഷാ മന്ത്രിയോടും മുഖ്യമന്ത്രിയോടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി വോയിസ് ഓഫ് റോസ് സമർപ്പിക്കുന്നു. ഇത് മുഴുവൻ വരുന്ന സാമാജികർക്കും കൂടെ അറിയിക്കുന്നു. കാരണം നിയമം പാസ്സാക്കേണ്ട നിയമസഭ ആയതുകൊണ്ടും അതല്ലാതെ എന്തെങ്കിലും വകുപ്പുകൾ ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ഇതിനകത്തൊരു ഏകീകരണം ഉണ്ടാക്കി തരണമെന്ന് ബഹുമാന്യനായ മുഖ്യമന്ത്രിയോട് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഭക്ഷ്യ സുരക്ഷാ മന്ത്രി ഇതിനോട് അനുകൂലിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.